നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർ 4:23. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അത് നമ്മോടൊപ്പം എപ്പോഴൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നാൽ നമുക്കത് എപ്പോഴും ഒരു തണലായും താങ്ങായും എപ്പോഴും നമുക്കൊരു അനുഗ്രഹമായി കൂടെ കാണും. ഏവർക്കും ഒരിക്കൽ കൂടി വചനസമീക്ഷയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴാണ് അറിയാൻ കഴിയുന്നത്? ചില സാഹചര്യങ്ങൾ നമ്മളത് അറിയാതെ പോകും. പക്ഷേ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഒരു സഹായമായും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരാളെ സഹായിക്കാനും ഒക്കെ ആ സാന്നിധ്യം നമുക്ക് സഹായകരമായി തീരും. അപ്പോൾ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ പറയാം. ഒരു 10 വയസ്സുകാരന് ദൈവം എവിടെയാണെന്ന് അറിയില്ല. അപ്പനോടും അമ്മയോടും ഇവൻ പോയി ചോദിച്ചു, അപ്പോൾ നമുക്ക് ദൈവത്തെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പലരും ദൈവത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നതും ദൈവത്തെ നമ്മളെ സഹായിക്കാൻ ദൈവം കാണുമെന്ന്, അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഈ കുഞ്ഞു പൈതൽ കേട്ടിട്ടുണ്ട്. പക്ഷേ തനിക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തെ എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ മകൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ നേരെ പോയി അപ്പനോട് ചോദിച്ചു, അപ്പ എനിക്ക് ദൈവത്തെ എവിടെ നിന്നും വാങ്ങാൻ കഴിയും എന്നാണ് ഇവൻ ചോദിച്ചത്. അപ്പോൾ അപ്പൻ ഒരു 50 രൂപ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിനക്ക് എവിടെ നിന്നെങ്കിലും ദൈവത്തെ വാങ്ങാൻ കഴിയുമെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരുമെന്ന് പറയും. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് ഗ്രേസി. ഗ്രേസി ആൻറ്റി. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ അങ്ങാടിക്കുന്നു, കുടുംബം അങ്ങാടിക്കുന്നു. എവിടെയാ? കുടുംബം അങ്ങാടിക്കാൻ. അങ്ങാടിക്ക് ഏത് ജില്ലയിലാണ്? ഏതാ? പത്തനംതിട്ട ജില്ല. ഓക്കെ ആൻറ്റി, ഓക്കെ ഓക്കെ. ആൻറ്റി ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? അല്ല, ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. കാണാറുണ്ടോ? ടി-വിയിൽ പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്. എപ്പോഴും ഒന്നും കാണാറില്ല, സമയം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ, സമയം കിട്ടുമ്പോൾ കാണണം കേട്ടോ. ഓക്കെ. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് ഒരു മോളേ ഉള്ളൂ. അവള് വിവാഹിതയാ, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കുഞ്ഞിന് സുഖമില്ലാതിരിക്കുക. എന്ത് പറ്റി? കുഞ്ഞിന് ശ്വാസം മുട്ടലാ മക്കളെ. കഴിഞ്ഞ 2 ആഴ്ച ഒരു 9 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം വീട്ടിലുണ്ട്. ഇന്ന് ഡോക്ടറെ പിന്നെ കൺസൾട്ട് ചെയ്യാൻ പോയിരിക്കുക. അപ്പം പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി കേട്ടോ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുഞ്ഞിന്റെ പേര് റിയാന്ന്. റിയ അല്ലേ? 2 പേരല്ലേ? 2 പേരാണ്. റിയ. നല്ല പേരാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കാം കേട്ടോ കുഞ്ഞിന് വേണ്ടി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന്റെ ക്രമീകരണം എങ്ങനെ ആയിരുന്നു? ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന്റെ ക്രമീകരണം? അതെ. ആൻസർ അവരുടെ കാര്യക്കാർ മുഖാന്തരം ഭോജന പദാർത്ഥങ്ങൾ ഓരോ മാസത്തേക്ക് ഓരോരുത്തരും ഓരോ ആണ്ടില്, അതായത് ഓരോരുത്തരും ഓരോ ആണ്ടിൽ ഓരോ മാസത്തേക്കുള്ള ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കണം അല്ലേ? അതായത് ഓരോരുത്തരും ആണ്ടിൽ 1 മാസത്തേക്കുള്ളത് എത്തിച്ചു കൊടുക്കണം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻറ്റി പാട്ട് പാടാറുണ്ടോ?
എന്നാ ഒരു പാട്ട് പാടുന്നോ? പഴയ പാട്ട് പാടിയാൽ മതിയല്ലോ. ഓക്കെ, ഒരു 4 വരി പാടിയാൽ മതി കേട്ടോ. ഓക്കെ. നല്ലൊരു എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു സ്വർഗസിംഹാസനം കാതന്റെ മാർവതും ദൂതന്മാർ സേവയും പുത്തൻ പേർക്കായി ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെപ്പോൾ അവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിൽ ഏറ്റിടുവാൻ ദാസനെപ്പോൾ അവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിൽ ഏറ്റിടുവാൻ. ഓക്കെ ഓക്കെ, മതി മതി മതി, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നത് ആരായിരുന്നു? യഹൂദായും ഇസ്രായേലും. അതെ, കറക്റ്റാണ്. യഹൂദായും ഇസ്രായേലും. ഓക്കെ. ആൻറ്റി, ബൈബിളിൽ നമ്മൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? സ്ത്രീ കഥാപാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. എന്നാലും ഞാൻ ഒരു കഥാപാത്രം ശമരിയക്കാരി സ്ത്രീ. ശമരിയക്കാരി സ്ത്രീ. അതിനുള്ള കാരണം എന്താ? ശമരിയക്കാരി സ്ത്രീയുടെ പേര് പറയാനുള്ള കാരണം? ശമരിയക്കാരി സ്ത്രീ, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്, മറ്റുള്ളവരൊക്കെ അവളെ വളരെ മോശക്കാരിയായിട്ട് കാണുകയും ഒക്കെ ചെയ്തു. അവള് വെള്ളം കോരാനും വേണ്ടി ഒരുപക്ഷെ മറ്റുള്ളവരുടെ നിന്നയും പരിഹാസവും ഒന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് വെള്ളം കോരാനൊക്കെ വരുമ്പോഴേ കർത്താവ് അവളുടെ അടുക്കൽ വന്നപ്പോൾ യഥാർത്ഥമായി ആ രക്ഷയുടെ ഒരു അനുഭവം അവർക്ക് മനസ്സിലായപ്പോൾ മറ്റുള്ള അതുപോലെ അവിടെ മാറി നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് ഓടിപ്പോകാൻ ആഗ്രഹിച്ച ആളുകൾക്ക് തന്നെ അവൾ ഓടി ചെന്നിട്ട് ഞാൻ മഷിയായി കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഞാൻ ചെയ്തൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവാൻ അവൻ മഷിയായിരിക്കും എന്നുള്ള അവളുടെ ആ ഒരു പറച്ചിൽ, അത് ശമരിയ പട്ടണം മുഴുവന് ആളുകൾ മുഴുവൻ യേശുവിന്റെ അടുത്തിലേക്ക് വരുന്നതിന് ഈ ശമരിയക്കാരി സ്ത്രീ കാരണമായി തീരുന്നുണ്ട്. ഭാവിയായി എന്ന് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുള്ള ആ ഒരു സ്ത്രീന്ന് അത്രയും ഒരു നന്മ മറ്റൊരു കഥാപാത്രം ഞാൻ അധികം കണ്ടിട്ടില്ല ബൈബിളിൽ. അതുകൊണ്ട് ശമരിയക്കാരി സ്ത്രീയെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ ആൻറ്റി, നല്ലൊരു കഥാപാത്രമാണ് ആൻറ്റി പറഞ്ഞത്, വളരെയധികം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശലോമോൻ വാണ സകല രാജ്യങ്ങളും എന്തുകൊണ്ട് വന്നു കൊടുത്താണ് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചത്? കപ്പം. ഉറപ്പാണോ? കപ്പം കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്, എങ്കിൽ തന്നെ കപ്പമാണ്. ആൻസർ കറക്റ്റ് ആണ്, കപ്പം കൊണ്ടുവന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവസാന ചോദ്യം. ശലോമോന്റെ കാലത്തൊക്കെയും ഓരോരുത്തരും നിർഭയം വസിച്ചിരുന്നത് എവിടെയായിരുന്നു? അതെ, ആൻസർ കറക്റ്റ് ആണ്. മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും. അപ്പോ കറക്റ്റ് ആണ് കേട്ടോ ആൻസർ. ഓക്കെ, അപ്പോൾ എൻ്റെ 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ ഗ്രേസി ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു പാട്ട് പാടി, പിന്നെ ബൈബിളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഈ പൈതൽ പലരും പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ആ പൈതൽ അവൻ്റെ ജീവിതത്തിലെ കുഞ്ഞു പ്രായത്തിൽ
ദൈവത്തിൻ്റെ ഒരു അനുഭവം, ദൈവത്തെക്കുറിച്ചുള്ള ഒന്നും അവൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ് കേട്ടിട്ട് മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ചെന്ന് ഈ ദൈവത്തെ എവിടെ നിന്ന് നമുക്ക് കിട്ടും, നമുക്ക് എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള അവൻ്റെ സംശയങ്ങൾ. ഒരു കുഞ്ഞു പ്രായത്തിൽ ഏതൊരു കുട്ടിക്കും വരുന്ന സംശയം തന്നെയാണ് ഈ കുട്ടിക്കും വന്നിട്ടുള്ളത്. ദൈവത്തിനെ എങ്ങനെ കിട്ടുമെന്ന്, ദൈവത്തിനെ എങ്ങനെ കാണാൻ കഴിയും, ദൈവത്തിനെ വാങ്ങാൻ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ തൻ്റെ അപ്പനോട് ചോദിച്ചത്. പക്ഷേ അപ്പന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു കൊടുത്താൽ ഈ പൈതലിന് എങ്ങനെ മനസ്സിലാവും? പക്ഷേ മറുപടി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുന്നതാണ് നല്ലതെന്ന് കരുതി അപ്പൻ പറയുകയാണ്, കുറച്ച് ഒരു 50 രൂപ കൊടുത്തിട്ട് നീ ദൈവത്തെ എവിടെന്നെങ്കിലും വാങ്ങാൻ കഴിയുമെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ ഇവൻ ഈ 50 രൂപയുമായി കടകളിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ട് ദൈവത്തെ വാങ്ങാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇത് ഒരു നർമ്മം കലർന്ന രീതിയിലാണ് എല്ലാവരും ഇവൻ്റെ ഈ ക്വസ്റ്റ്യത്തെ കേൾക്കുന്നത്. അവൻ ഒരുപാടടുത്ത് പോയി എവിടെ നിന്നാണ് ദൈവത്തെ കിട്ടണമെന്ന് അവൻ അറിയുന്നില്ല. അവൻ വീണ്ടും പലയിടത്തും ചോദിച്ചു, ദൈവത്തെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തെ എങ്ങനെ കിട്ടുമെന്ന്. ക്വസ്റ്റ്യൻ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരുപാടടുത്ത് പോയി ഈ 50 രൂപയും എന്തു ചെയ്യണം? ഈ 50 രൂപ കൊണ്ട് ദൈവത്തെ തനിക്ക് വാങ്ങാനും കഴിഞ്ഞില്ല, കാണാനും കഴിഞ്ഞില്ല. തനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. അപ്പൻ്റെ അടുത്ത് തിരികെ പോയാലോ എന്ന് കരുതി വീണ്ടും ഇവൻ തിരികെ അപ്പൻ്റെ അടുക്കൽ പോയിട്ട് പറയും, അപ്പ എനിക്ക് ദൈവത്തെ കാണാനും കഴിഞ്ഞില്ല, ദൈവത്തെ ഒരിടത്തു നിന്നും ദൈവത്തെ വാങ്ങാനും കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ അപ്പൻ പറയും, നീ ഒരിക്കൽ കൂടി നീ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരിക്കൽ കൂടി പോയി ഈ 50 രൂപയും കൊണ്ട് പോയിട്ട് വരാൻ പറയും. വീണ്ടും ഇവൻ ഈ കാശും കൊണ്ട് പലയിടത്തും പോകുന്നുണ്ട്, പല കടകളിലും കയറുന്നുണ്ട്. 50 രൂപ കൊടുത്തിട്ട് ദൈവത്തെ വാങ്ങാൻ കഴിയുമോ എന്നാണ് ഇവൻ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരുപാടടുത്ത് പോയി, സമയം ഏറെ വൈകി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാം. അച്ഛൻ്റെ കയ്യിൽ, എന്തായാലും അപ്പൻ്റെ കയ്യിൽ ഒരു മറുപടി ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് കരുതി തിരിച്ചവൻ വീട്ടിലോട്ട് നടക്കുകയാണ്. പക്ഷേ ഇവൻ നടന്നു വരുന്ന വഴിയിൽ കയ്യിലൊരു 50 രൂപയുണ്ട്. ഒരാളെ കാണുന്നുണ്ട്. അതാരാണെന്ന് പറയാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റീനയാണ്. കുറച്ച് ഉറക്കെ സംസാരിക്കാവോ? ഹലോ, ഞാൻ റീനയാണ്. റീന, എവിടെന്നാ വിളിക്കുന്നത്? അമരവിളയെന്ന്, നെയ്യാറ്റിൻകര അമരവിള. ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണോ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? ഇല്ല, ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് പ്രോഗ്രാമിൽ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ചേട്ടന്റെ അമ്മ, ചേട്ടൻ, 2 കുഞ്ഞുങ്ങള്. ഓക്കെ. കുഞ്ഞുങ്ങളുടെ പേരെന്താ? അനാനിയും അനാമിയും. ഓക്കെ. എന്ത് ചെയ്യുവാ? ഇപ്പൊ നെയ്യാറ്റിൻകര അക്ഷയ സെന്ററിൽ സ്റ്റാഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശലോമോന്റെ ഗീതങ്ങൾ എത്ര? 1005. കറക്റ്റാണ്, 1005. ചേച്ചി പാട്ട് പാടാറുണ്ടോ? ഓ, പാട്ട് പാടാറുണ്ട്. അപ്പോൾ ഒരു പാട്ട് പാടാമോ? പാട്ട് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവനെന്നും മതിയായവൻ, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഹലോ ഹലോ. പാട്ട് നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്, ചുവരിന്മേൽ മുളയ്ക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ചെടി ഏതാണ്? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാ. അതായത് ചുമരിന്മേൽ മുളയ്ക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ചെടി ഏതാണ്? ഈസോപ്പ്. കറക്റ്റാണ്, ഈസോപ്പ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്, നാനാജാതിക്കാരായ പലരും ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ വന്നത് ആരുടെ അടുക്കൽ നിന്നുമാണ്? ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട രാജാക്കന്മാരുടെ അടുത്ത് നിന്ന്. അതെ, കറക്റ്റാണ്. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട സകല രാജാക്കന്മാരുടെയും അടുക്കൽ നിന്ന്. കറക്റ്റാണ് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദാവീദ് രാജാവിന്റെ സ്നേഹിതനായ സോർ രാജാവ് ആരായിരുന്നു? ഹീരാമാണ്.
ആൻസർ കറക്റ്റാണ്, ഹീര. ഓക്കെ ചേച്ചി, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താ? ഒരു പാട്ടുകൂടെ പാടട്ടെ? ആ, പാടിക്കോ. കുഞ്ഞു മനസ്സിൽ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ശ്വാസം നീയല്ലോ, ഈശോയേ, ഈശോയേ, ശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞിളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞിളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവൻ. നീ വരൂ തിങ്കളായി, തന്നലായി, നീ വരൂ തിങ്കളായി, തന്നലായി. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ. ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതിലേ. ഇനിയും വിളിക്കണം കേട്ടോ. ഓ, ഇനി വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ. നെയ്യാറ്റിൻകരയിൽ നിന്നും റീന ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തു, നല്ലൊരു പാട്ടൊക്കെ പാടിത്തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കുഞ്ഞു പൈതലിനെ കുറിച്ചാണ്. അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ ഒരു വൃദ്ധയായ മാതാവ് വളരെയധികം വിശന്ന് വലഞ്ഞ് അവിടെ ഇരിക്കുന്നത് കാണും. അപ്പോൾ ഇവൻ്റെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ. വഴി കൂടെ പോകുന്ന പലരിടത്തും അവർ കാശ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും ഈ മാതാവിനെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അത് കണ്ടപ്പോൾ അവന് വളരെയധികം വിഷമം തോന്നി. കാരണം ആ വൃദ്ധയായ മാതാവ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം ക്ഷീണിതയാണ്, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ തൻ്റെ കയ്യിലൊരു 50 രൂപയുണ്ട്. തനിക്കെന്തായാലും വീട്ടിൽ എല്ലാ സുഖ സൗകര്യവും തൻ്റെ വീട്ടിലുണ്ട്. ഈ കാശ് ആ മാതാവിന് കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്തെത്തി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് വളരെയധികം വിഷമത്തോടെ പറയുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 50 രൂപയും കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. വീടെത്തിയപ്പോൾ അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ദൈവത്തെ വാങ്ങാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ്, ഇല്ല, എനിക്ക് ഒരിടത്തുനിന്നും ദൈവത്തെ വാങ്ങുവാനോ കാണുവാനോ ഒന്നിനും എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പൻ ചോദിക്കും, ആ 50 രൂപ നീ എന്ത് ചെയ്തു? അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആ വൃദ്ധയായ മാതാവിന് ആ കാശ് കൊടുത്തിട്ട് ഞാൻ കൊടുത്തെന്നും ആ കണ്ട സാഹചര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പൻ പറയും, അവിടെയാണ് നിനക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നതെന്നും ഇങ്ങനെ ഒരുപാട് സഹായങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ പകർന്നു നൽകാനും കഴിയും. ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് ആ പൈതലിനോട് അപ്പൻ പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജോസഫ് ഫ്രം കോട്ടയം. കോട്ടയത്ത് നിന്നാണല്ലേ? ആൻറ്റി ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ? ആ, ഇടയ്ക്ക് വിളിക്കാറുണ്ട് മോനെ. ഓക്കെ ഓക്കെ, സുഖാണോ? കൃപയാൽ ഇങ്ങനെ പോകുന്നു, സുഖമായിട്ട് ദൈവം നടത്തുന്നു. ഓക്കെ, വീട്ടിലാ? ആ, കൃപയാൽ സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആയിക്കോട്ടെ മോനെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മരം മുറിക്കുവാൻ പരിചയമുള്ളവർ എവിടത്തുകാരായിരുന്നു? മരം മുറിക്കാൻ പരിചയമുള്ളവര് സോർ ദേശക്കാര്. സീതോന്യർ അല്ലേ? ആ, സീതോന്യര് സോർ രാജാവായ ഹീരാം ഇടപാട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ആൻസർ സീതോന്യർ. ഓക്കെ ആൻറ്റി, അപ്പോൾ നമ്മുടെ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പത്രോസിനെ കുറിച്ചാ. പത്രോസിനെ കുറിച്ചല്ലേ? ഓക്കെ ആൻറ്റി. പത്രോസിനെ കുറിച്ച് പറയാനാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന്. പറഞ്ഞോളൂ ആൻറ്റി. പത്രോസ് ദൈവത്തോട്, കർത്താവിനോട് പറയുന്നുണ്ട്, നീ അങ്ങനെ മരിക്കരുത്. അങ്ങനെ ദൈവത്തോട് വളരെ ചേർന്ന് കർത്താവിനോട് വളരെ അടുപ്പം കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ
ഒരു സന്ദർഭത്തില് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തില് ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയാനിടയായി. ആ സന്ദർഭത്തില് കർത്താവ് അതിനു മുൻപ് തന്നെ പത്രോസിനോട് പറഞ്ഞിരുന്നു, ഇന്ന് കോഴി 3 വട്ടം കൂന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയുന്നു. പക്ഷേ പത്രോസ് അപ്പോഴതൊന്നും വിചാരിച്ചില്ല. എന്നാലേ കർത്താവിനെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് പുറത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ പത്രോസിനെ കണ്ടിട്ട് വേലക്കാരി പറയുന്നുണ്ട്, ഇവനും ആ കൂട്ടത്തിലുള്ളവൻ തന്നെയാണെന്ന് പറയുമ്പം, ഇല്ല ഞാൻ ആ കൂട്ടത്തിലില്ല, ഞാൻ ദൈവത്തെ ഇവനെ ഞാൻ യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയാനിടയായിട്ട്. പിന്നീട് പത്രോസ് ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. ആ ഒരു ഉറപ്പുള്ള പാറയിൽ ആ ഒരു ഇതില് പണിയുവാൻ തക്കവണ്ണം, ചർച്ച് ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം ഒരുപാട് സാഹചര്യങ്ങളൊക്കെ പത്രോസിന്റെ നാമത്തില് ഒരുപാട് പള്ളികളുണ്ട്. ഒരുപാട് ആളുകള് പത്രോസിനെ ഇന്നും വളരെ വിശുദ്ധനായിട്ടും മറ്റുള്ള പത്രോസിന്റെ നാമത്തില് വിശ്വസിക്കുന്ന ആൾക്കാരും പത്രോസിന്റെ നിഴല് വീണ് രോഗികൾ സൗഖ്യമായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അങ്ങനെ പത്രോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് വെള്ളത്തിൽ കൂടെ നടക്കുമ്പം പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നീ ആണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നടന്നു വരട്ടെ എന്ന്. പെട്ടെന്ന് കാലെടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് ചവിട്ടി 1-2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവിന്റെ മുഖത്ത് നിന്ന് അവന്റെ നോട്ടം മാറ്റിയപ്പോൾ വെള്ളത്തിൽ താഴാനിടയായി. അപ്പൊ കർത്താവ് കൈ പിടിച്ച് അവനെ അല്പവിശ്വാസിയെ വിളിച്ച് കൈ പിടിച്ച് കയറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതുപോലെയാണ് നമുക്കും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തില് നമ്മൾ അല്പവിശ്വാസികളായിട്ട് പോകാം. എന്റെ കാര്യത്തില് പലപ്പോഴും നമുക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പതറിപ്പോകും. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ കരം നമ്മളെ പിടിച്ച് നമ്മളെ നടത്തുന്നു. ഇന്ന് നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ പത്രോസിനെ കുറിച്ച് പറയാൻ. അതിൽ കുറച്ച് കാര്യം മാത്രമാണ് ആന്റി ഇപ്പൊ പറഞ്ഞത്. അതെ, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആയിക്കോട്ടെ മോനെ. ലബാനോനിൽ നിന്ന് ശലോമോന് എന്തായിരുന്നു ആവശ്യമായിരുന്നത്? പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള മരം. മരം. അതെ, ഓക്കെ ആന്റി, കറക്റ്റ് ആണ്, ദേവദാരു മരം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ലബാനോനിൽ നിന്ന് ശലോമോനായി ഏതു മരം മുറിക്കുവാനുള്ള കൽപ്പന കൊടുക്കുവാനാണ് ശലോമോൻ ഹീരാമിനോട് ആവശ്യപ്പെട്ടത്? ദേവദാരു മരം മുറിക്കാൻ. അതെ, കറക്റ്റാണ്, ദേവദാരു. ഓക്കെ ആന്റി, ഒരു പാട്ട് പാടുന്നുണ്ടോ? ഒരു 4 വരി പാടിയാൽ മതി കേട്ടോ. എന്നെ നീ നടത്തിയിടും ഞാനുഴലും, എന്നെ നീ നടത്തിയിടും ഞാനുഴലുമ്പോൾ അത്യുന്നതങ്ങളിൽ വസിക്കുന്നു നീ, അത്യുന്നതങ്ങളിൽ വസിക്കുന്നു നീ. നാളുകൾ കഴിയും മണ്ണിൽ പുകപോൽ, നാളുകൾ കഴിയും മണ്ണിൽ പുകപോൽ, ആയുസ്സു നിഴലായി മാറിപ്പോകും, ആയുസ്സു നിഴലായി മാറിപ്പോകും. ഓക്കെ, ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ ആന്റി, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആയിക്കോട്ടെ മോനെ. ഓക്കെ, ചോദ്യം ഇതാണ്, ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ആരെയാണ് ദൈവം കൊടുത്തത്? ശലോമോന്റെ മകനെ. അതെ, കറക്റ്റാണ്, ജ്ഞാനമുള്ള മകനായ ശലോമോനെ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആന്റി ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. സാറാമ്മ ആന്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആന്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തു, നല്ലൊരു പാട്ടൊക്കെ പാടി, ബൈബിളിലെ പത്രോസിനെ കുറിച്ച് ഒരുപാട് കാര്യം സംസാരിച്ചു. അപ്പോൾ ഈ പൈതൽ അപ്പനോട് പോയി സംസാരിച്ചപ്പോൾ അപ്പൻ പറയുകയാണ്, ദൈവത്തെ നിനക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല, കാണുവാനും കഴിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ കഴിയും. അത് ചിലപ്പോൾ ഏതെങ്കിലും
ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഹെൽപ്പായിട്ട് നമുക്ക് വേറെ ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പല ആൾക്കാരിൽ കൂടി അനുഭവിച്ചറിയാനാണ് കഴിയുന്നതെന്ന് ഈ മകനോട് പറയുന്നുണ്ട്. അപ്പോൾ മകന് ദൈവത്തെക്കുറിച്ച് എന്താണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പലരെയും സഹായിക്കാൻ കഴിയുന്ന അവസരങ്ങളിൽ സഹായിക്കുക. അങ്ങനെ ചെയ്താൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും കാണും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.